നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്ര നഗര വികസനം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം തിങ്കളാഴ്ച. പ്രതീക്ഷയുടെ ഗുരുഭവനപുരി. എരുമപ്പെട്ടി മുട്ടിക്കലിൽ കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവില്ലാമല വാരിയത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചാലുകൾ പൊട്ടുന്നത് മൂലം വെള്ളം കയറി കൃഷി നശിക്കുകയാണെന്ന് കർഷകർ. മുല്ലശ്ശേരി മേഖലയിലെ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യം കലർന്ന വെള്ളം സമീപ പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വ്യാപിക്കുമെന്ന് ആശങ്ക. വിശദാംശങ്ങളിലേക്ക്. ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥ മേധാവികളുടെയും യോഗം ചേരും. രാവിലെ 10:30 ദേവസ്വം കോൺഫറൻസ് ഹാളിലാണ് യോഗം. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഭക്തരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് ചർച്ച നടക്കും. ഗുരുവായൂർ വികസന പദ്ധതികൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമിയെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ഗുരുവായൂർ ക്ഷേത്ര നഗര വികസന സമിതിയെ ദേവസ്വം ചെയർമാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. എരുമപ്പെട്ടി മുട്ടിക്കലിൽ കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശികളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പഴഞ്ഞി അഞ്ഞൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കാട്ടകമ്പൽ സ്വദേശി മരിച്ചു. കാക്കശ്ശേരി വീട്ടിൽ 72 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ബെന്നിയെ ബൈക്കിടിച്ച് വീഴ്ത്തുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അപകടത്തിൽ പഴഞ്ഞി സ്വദേശികളായ അനീഷ്, സുനി എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. തിരുവില്ലാമല വാരിയത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചാലുകൾ പൊട്ടുന്നത് മൂലം വെള്ളം കയറി കൃഷി നശിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലുകളാണ് പൊട്ടുന്നത്. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. റോഡരികിലെ അഴുക്കുചാലുകൾ തകർന്നതിനാൽ കൃഷിയിടത്തിലേക്ക് എത്താനും ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് ഈ കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുന്ന ചാല് പൊട്ടി കൃഷി നശിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ റോഡിന്റെ സൈഡിൽ വരുന്ന ചാലിൽ വിവിധ അപകടങ്ങൾ കടന്നു വരികയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു നൽകിയില്ലെങ്കിൽ ഈ പ്രദേശത്തെ കൃഷി സമ്പൂർണമായും നിർത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചാലുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിലൂടെ മാലിന്യങ്ങളും എത്തിച്ചേരുകയാണ്. ഇതുമൂലം തൊഴിലാളികൾ പാടത്തിറങ്ങാൻ മടി കാണിക്കുന്നു. അധികൃതർ അനാസ്ഥ തുടർന്നാൽ കൃഷി ഒഴിവാക്കി ഭൂമി തരിച്ചിടേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ ഈ ആവലാതി ഞങ്ങളെന്നും പഞ്ചായത്തിലും ഇവിടുത്തെ ഗ്രാമസഭകളിലും പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒരു കോൺട്രാക്ടർ ഇത് കരാറെടുത്തു എന്നതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇതിനകത്ത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ വെള്ളപ്രശ്നങ്ങൾക്ക് ഈ വരുന്ന വെള്ളപ്രശ്നം ഭാവിയിൽ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃഷി നിർത്തുകയാണ്. കാരണം ഇതോടുകൂടി ഈ ഒരു ഞാല് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റത്തില്ല. TCV ന്യൂസ്, തിരുവില്ലാമല. മുല്ലശ്ശേരി മേഖലയിലെ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. പറമ്പനളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പാടത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കനത്ത മഴയിൽ പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ മാലിന്യം കലർന്ന വെള്ളം സമീപ പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വ്യാപിക്കുകയാണ്. സമീപത്തെ വീടുകളിൽ സ്ഥാപിച്ച CCTV പരിശോധിച്ച് മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാട്ടുകാരായ അജിത് പ്രസാദ്, മോഹനൻ വെട്ടിയാറ, രജീഷ് വട്ടപ്പറമ്പിൽ, BK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യവകുപ്പ്, പാവറട്ടി പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർലിക്കാട് സ്കൂൾ പരിസര പ്രദേശം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡിവിഷൻ കൌൺസിലർ സുനിത മണികണ്ഠന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് FHCയിലെ ആരോഗ്യ പ്രവർത്തകരും ചെയിൽസ് ക്ലബ് അംഗങ്ങളും CDS, ADS, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി.
ഹൈലെവൽ കനാൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും മുല്ലശ്ശേരി മൃഗാശുപത്രി പോളിക്ലിനിക്കാക്കി ഉയർത്തുകയും വേണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എളവള്ളിയിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, TV ഹരിദാസൻ, PA രമേശൻ, MN സത്യൻ, TN ലെനിൻ, K രാഗേഷ്, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. കാട്ടകമ്പാൽ മാർ ഇഗ്നീഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. പള്ളി കോമ്പൗണ്ടിലുള്ള മുൻ വികാരി ഫാദർ PP സൈമണിന്റെ കല്ലറയിൽ വിളക്ക് കത്തിക്കുന്ന ഊട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശം വിളക്ക് കത്തിക്കുന്ന തൂക്കുവിളക്കുമാണ് മോഷണം പോയത്. പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മോഷണത്തിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ബൈക്കിലെത്തിയ രണ്ടുപേരിൽ ഹെൽമറ്റ് ധരിച്ച ഒരാൾ പള്ളി ഗേറ്റ് ചാടിക്കടന്ന് വിളക്കുകൾ എടുത്തുകൊണ്ടുപോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CF രാജൻ രചിച്ച മാനവൻ കേഴുന്ന ലോകം എന്ന നോവലിന്റെ പ്രകാശനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഇളവള്ളി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CL ജോഷി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തകം പരിചയപ്പെടുത്തി. ഇളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, TT ശിവദാസൻ, PG സുബിദാസ്, BR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനയ്ക്കെതിരെ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TP ജോസഫ്, രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ച് മടങ്ങുന്നതിനിടയിൽ ചില CPM അംഗങ്ങൾ മനഃപൂർവ്വം വാക്കേറ്റമുണ്ടാക്കി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വെള്ളറക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിഷയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോപോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. മാള വൈന്തലയിൽ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ടാങ്കിൽ വീണ് പമ്പ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി പെരേപ്പാടൻ വീട്ടിൽ 46 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വെള്ളം പരിശോധനയ്ക്കെടുക്കാനായി പോയ ജോസഫിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോസഫിനെ ടാങ്കിനകത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മാളയിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗം ജോസഫിനെ പുറത്തെടുത്ത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
മൂന്നുപീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിനെ സമ്മർദ്ദം ശക്തമാക്കുമെന്ന് കെ വത്സരാജ് MLA പറഞ്ഞു. തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നുപീടിക മാർക്കറ്റ് കെട്ടിടത്തിന് 4 കോടിയും ടൗൺ വികസനത്തിന് 1 കോടി രൂപയും വിനിയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുമെന്ന് സംവാദത്തിൽ പങ്കെടുത്ത കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വ്യക്തമാക്കി. തീരദേശ വികസന സമിതി പ്രസിഡന്റ് A സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, NK അബ്ദുൽ നാസർ, CJ പോൾസൺ, KS നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കായികക്ഷമതയ്ക്കൊപ്പം ആരോഗ്യ സംരക്ഷണവും ആത്മവിശ്വാസവും ഉറപ്പിച്ച കരാത്തെ ഗ്രാമത്തിന് ബ്ലാക്ക് ബെൽറ്റ് നേട്ടം. കുളൂർ പഞ്ചായത്തിൽ 3 വർഷം മുൻപ് ആരംഭിച്ച ആരോഗ്യ ഗ്രാമ പദ്ധതിയാണ് ആദ്യഘട്ടം പിന്നിട്ടത്. ആദ്യഘട്ടത്തിൽ കരാട്ടെ അഭ്യസിച്ച 19 പേരാണ് ബ്ലാക്ക് ബെൽറ്റ് നേട്ടം കൈവരിച്ചത്. ഈ നേട്ടം കുഴൂർ ആഘോഷമാക്കി മാറ്റിയപ്പോൾ മന്ത്രി OJ ജനീഷും ഒപ്പം ചേർന്നു. ഭക്ഷണരീതി, വ്യായാമം, കളികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുഴൂരിലെ ആരോഗ്യഗ്രാമം പദ്ധതി. പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരുന്നു. 3 വയസ്സ് മുതൽ 23 വയസ്സുവരെയുള്ളവരാണ് കരാട്ടെ അഭ്യസിച്ചു തുടങ്ങിയത്. ബ്ലാക്ക് ബെൽറ്റിൽ 6ാമത്തെ ഡിഗ്രിയുള്ള കുഴൂർ സ്വദേശി ഫ്രാൻസിസ് നിയോൺ ആയിരുന്നു പരിശീലകൻ. ഭാര്യ സന്ധ്യയും മകൾ സാന്ത്വനയും സഹപരിശീലകരായി ഒപ്പം ചേർന്നു. ഫ്രാൻസിസിന്റെ സുഹൃത്ത് ആന്റണി പോൾ, സാന്ത്വനിയുടെ സുഹൃത്തുക്കളായ വിൻഷ ബാബു, അർജുൻ ബാബു, കീർത്തന രാജു എന്നിവരും ഇവർക്കൊപ്പം പരിശീലകരായി ഉണ്ടായിരുന്നു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സാജൻ കൊടിയന്റെ നേതൃത്വത്തിലാണ് 3 വർഷം മുൻപ് ആരോഗ്യഗ്രാമമെന്ന ആശയം തുടങ്ങിയത്. ആരോഗ്യഗ്രാമത്തിന്റെ ഭാഗമായി കുഴൂരിൽ 1000ഓളം പേരാണ് ഇപ്പോൾ കരാട്ടെ അഭ്യസിക്കുന്നത്. ഇവരിൽ 700ഓളം പേരും പെൺകുട്ടികളാണ്. പഞ്ചായത്തിലെ എരവത്തൂർ, കുഴൂർ, പാറപ്പുറം എന്നിവിടങ്ങളിലും 6 വിദ്യാലയങ്ങളിലും കേന്ദ്രീകരിച്ചാണ് പരിശീലന കേന്ദ്രങ്ങളുള്ളത്. ആരോഗ്യഗ്രാമം പദ്ധതി തുടർന്നു കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ അറിയിച്ചു. TCV ന്യൂസ്, മാള. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി തോട്ടം മേഖലയിലെ SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മജീദ്, ജിഷാദ്, അന്തോണി പൊന്നാരി തുടങ്ങിയവർ സംസാരിച്ചു. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് കാളക്കല്ല് പുളിഞ്ചോട് ഫ്രണ്ട്സ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് വരന്തരപ്പള്ളി സ്റ്റേഷൻ SHO KN മനോജ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് KK ശരത് അധ്യക്ഷനായി. കൺവീനർ PC കൃഷ്ണദാസ്, വാർഡ് മെമ്പർമാരായ VK വിനീഷ്, CD സിനി തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജിയോ ആലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് വചന സന്ദേശം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് കലാസദന്റെ എന്റെ പിഴ എന്ന നാടകം അരങ്ങേറി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, സഹവികാരിമാരായ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ജിജോ തറയിൽ തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റത്തൂർ ആറ്റപ്പള്ളി കടവിൽ കുളിക്കുന്നതിനിടെ കാൽ വഴുതി പുഴയിൽ അകപ്പെട്ട അമ്മയെയും മകളെയും സാഹസികമായി രക്ഷപ്പെടുത്തിയവരെ മറ്റത്തൂർ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മറ്റത്തൂർ സ്വദേശികളായ പോൾ പ്ലാക്കൽ, പ്രതീഷ് നെല്ലിപ്പറമ്പ് എന്നിവരെയാണ് ആദരിച്ചത്. ആദരണം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് MB മിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബാംഗ്ലൂരുവിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടി വെള്ളിക്കുളങ്ങര സ്വദേശി പൂൽദാസ് കിഴക്കേപ്പിടിക ചരിത്രം കുറിച്ചു. 63-ാം വയസ്സിലും കൈക്കരുത്തിൽ അജയ്യനാണെന്ന് തെളിയിച്ച പോൾദാസ് തുടർച്ചയായ 16-ാം വർഷമാണ് പഞ്ചഗുസ്തിയിൽ ദേശീയ ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഇടത് കൈ വലത് കൈ മത്സരങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയാണ് ഇരട്ട സ്വർണം കൈക്കലാക്കിയത്. ഈ വർഷം സെപ്റ്റംബർ 20 മുതൽ ജപ്പാനിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പോൾദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ 3 തവണ ദേശീയ ചാമ്പ്യനായിട്ടുള്ള പോൾ
പോൾ ദാസ് 2019 ചൈനയിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ലോകതലത്തിലുള്ള മികച്ച 10 പഞ്ചഗുസ്തി താരങ്ങളിൽ ഒരാളായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന പോൾ ദാസ് പഞ്ചഗുസ്തിയിൽ നിരവധി തവണ ദേശീയ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പോൾ ദാസ് 2024 അസമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയിരുന്നു. എന്നാൽ ഏതൻസിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇത്തവണ ജപ്പാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരവേദിയിലെത്തി ലോക ചാമ്പ്യൻ പട്ടം നേടിയെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പോൾ ദാസ്. TCV ന്യൂസ്, കൊടകര. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ വള്ളിശ്ശേരി SNDP യോഗം ശാഖയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PD സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പോട്ടയിൽ ശ്രീധരൻ, സുഭാഷ് തേങ്ങാമൂച്ചി, ബാബു കുറുത്തേടത്ത്, PK ചന്ദ്രൻ, ഡോക്ടർ ഓമന ഉണ്ണിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. മാനവികതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ലോക രക്തദാതാ ദിനവും. രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ച കാൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമായ ജൂൺ 14 ലോക രക്തദാതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 2004 മാനവികതയുടെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം. കൃത്യമായ ഇടവേളകളിൽ രക്തദാനം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ രക്തദാനം ശീലമാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതിനാലാണ്. 1628 വില്യം ഹാർവി രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ച ശേഷമാണ് ഞരമ്പിൽ നിന്ന് രക്തമെടുക്കാനും ഞരമ്പിലേക്ക് രക്തം കയറ്റാനും കഴിയുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയത്. ഒരാളിൽ നിന്നെടുക്കുന്ന രക്തം വിവിധ ഘടകങ്ങളാക്കി വേർതിരിച്ച് ഒന്നിലധികം രോഗികൾക്ക് അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നൽകുന്ന സംവിധാനം ഇപ്പോൾ ഒട്ടുമിക്ക രക്തബാങ്കുകളിലുമുണ്ട്. രോഗിക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു രക്തഘടകം ദാതാവിൽ നിന്ന് കൂടുതൽ അളവെടുക്കുകയും മറ്റു ഘടകങ്ങൾ ദാതാവിന്റെ ശരീരത്തിലേക്ക് തന്നെ യന്ത്രസഹായത്താൽ തിരിച്ചു കയറ്റുകയും ചെയ്യുന്ന അഫ്രസിസ് യൂണിറ്റ് സംവിധാനവും ഇപ്പോഴുണ്ട്. മാനവികതയുടെയും ദീനാനുകമ്പയുടെയും മാതൃകകളാകുന്നവരാണ് രക്തദാതാക്കളെന്ന് ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. TCV തൃശൂർ. കുന്നംകുളം നഗരസഭ പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആർഷ ജിജു, പുഷ്പ ജോൺ, T സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭ പുരസ്കാരം വിതരണം ചെയ്തു. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ നടന്ന പുരസ്കാര വിതരണം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി, പ്രചോദി നികേതൻ കോളേജ് സ്ഥാപകൻ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. പറോട്ടാനി വിമലനാഥ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ അൽജോ കരേരക്കാട്ടിൽ സഹകാർമ്മികനായിരുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ നേർച്ചവൂട്ടിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ, കൈക്കാരന്മാരായ ഷാജു കോട്ടപ്പറമ്പിൽ, ബിന്നി ഒലക്കെങ്കിൽ, പ്രഭുദാസ് പാണയങ്ങാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ?
KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ലോക രക്തദാത ദിനത്തോടനുബന്ധിച്ച് ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ IMA രക്തബാങ്കിൽ ദിനാചരണം സംഘടിപ്പിച്ചു. രക്തദാനത്തിന്റെ മഹത്വവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ഉയർത്തിക്കാട്ടുന്ന സന്ദേശവുമായി കുട്ടികൾ സ്വന്തം കൈകളാൽ നിർമ്മിച്ച നന്ദി കാർഡുകൾ IMA ബ്ലഡ് ബാങ്കിൽ രക്തദാനം ചെയ്യാനെത്തിയ ദാതാക്കൾക്ക് വിതരണം ചെയ്തു. IMA മാനേജർ സ്മിത, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലത്തീസിയ, PTA പ്രസിഡന്റ് ടോണി ചിറ്റലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ അർജന്റീന ബ്രസീൽ ഫാൻസിന്റെ നേതൃത്വത്തിലുള്ള യുവാക്കളുടെ കൂട്ടായ്മ പുത്തൻപീടിക സെന്ററിൽ കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചു. അർജന്റീന ടീം ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ 27 അടി ഉയരമുള്ള കട്ടൌട്ടും ബ്രസീൽ താരങ്ങളുടെ 30 അടി നീളമുള്ള ഫ്ലക്സ് ബോർഡും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ഫാൻസിന്റെ ബോർഡുകളുമാണ് സ്ഥാപിച്ചത്. ദിവസവും നടക്കുന്ന മത്സരങ്ങൾ വലിയ സ്ക്രീനിൽ കാണാൻ സെന്ററിലുള്ള അൽവീസ് ജിമ്മിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ പഠനരംഗത്തേക്ക് ഉയർത്തിയ പാരലൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഫ്രാൻസിസ് മാച്ചറുടെ ഭൗതിക ശരീരവും ഇനി വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. നടുവിൽക്കര വടക്ക് KSCB സബ്സ്റ്റേഷനടുത്ത് താമസിക്കുന്ന 75 വയസ്സുള്ള പള്ളിക്കുന്നത്ത് ഫ്രാൻസിസ് മാസ്റ്റർ ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. നിരവധി വിദ്യാർത്ഥികളെ പഠനരംഗത്ത് ഉയർച്ചയിലേക്ക് നയിച്ച ഫ്രാൻസിസ് കണ്ടശാങ്കടവ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ സ്കോളേഴ്സ് പാരലൽ കോളേജ് പ്രിൻസിപ്പാളുമായിരുന്നിട്ടുണ്ട്. കുട്ടികൾക്ക് അറിവിന്റെ വിദ്യ പകർന്നു നൽകിയ മാഷിന്റെ ആഗ്രഹമായിരുന്നു താൻ മരിച്ചാലും തന്റെ മൃതശരീരവും പഠനത്തിനായി MBBS വിദ്യാർത്ഥികൾക്ക് വിട്ടുനൽകുക എന്നത്. ഏതാനും വർഷം മുൻപ് മാഷും കുടുംബവും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ സമീപിച്ചാണ് സമ്മതപത്രം കൈമാറിയത്. തിങ്കളാഴ്ച രാവിലെ 10-ന് മൃതദേഹം ആശുപത്രി അധികൃതർക്ക് കൈമാറും. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന മാഷ് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റായും വാടാനപ്പള്ളി കർഷക സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2 തവണ വാടാനപ്പള്ളി പഞ്ചായത്തിലെ നടുവിൽക്കര വാർഡിൽ മത്സരിച്ചിട്ടുണ്ട്. TCV ന്യൂസ് തൃപ്രയാർ. സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി തലപ്പള്ളി NSS താലൂക്ക് യൂണിയൻ നടത്തിയ താലൂക്ക് പ്രവർത്തക സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NSS കരയോഗം സൂപ്രണ്ട് B. ഗോപാലകൃഷ്ണൻ നായർ, യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ, യൂണിയൻ ഭരണസമിതി അംഗം ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ പ്രബുദ്ധ ജനതയുടെ താലൂക്ക് പൊതുസമ്മേളനവും സ്വീകരണവും കൊടുങ്ങല്ലൂരിൽ നടന്നു. ഡോക്ടർ ഭീം ജയരാജ് ഉദ്ഘാടനം ചെയ്തു. KA രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആദിവാസി മധുവിന്റെ കൊലപാതക കേസിൽ ഇരയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. KA രമേശൻ, സന്തോഷ് കൊടുങ്ങല്ലൂർ, MT ശിവൻ, NK രമേശൻ, സിദ്ധാർത്ഥൻ മാനാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ തൃപ്രയാറിന്റെ ലോഗോ പ്രകാശനം ചലച്ചിത്രതാരം ആര്യ നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ അനിൽ പുളിക്കൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, BD സന്ദീപ്, CR രാജൻ, ചാനൽ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു. തലൂർ ദീപ്തി ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാസാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ ജിയോ അലനോലിക്കൽ, ഹെഡ്മിസ്ട്രസ് റീന K. ജോൺ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അലൂഷ്യസ് കുറ്റിക്കാട്ട്, PTA പ്രസിഡന്റ് OK. ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവങ്കടം നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ബാലൻ വാർനാട്ടിന്റെ അധ്യക്ഷത. കൌൺസിലർ മിഗ്നേഷ് മോഹനൻ, മാധ്യമപ്രവർത്തകൻ ലിജിത് തരകൻ, തിരുവങ്കട ജലവതി ക്ഷേത്ര സമിതി സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ, A. സുകുമാരൻ നായർ,
ദേവയാനിയമ്മ വട്ടേക്കാടത്ത്, എ കൃഷ്ണേന്ദു, ഉണ്ണികൃഷ്ണൻ ആലകൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന പി.കെ. കുഞ്ഞച്ചൻ ദിനം ആചരിച്ചു. പഴവൂർ വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ യോഗം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം പി. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം കെ. മഞ്ജുനാഥൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ അംഗങ്ങളായ ടി.കെ. ശിവൻ, പി. പരമേശ്വരൻ നായർ, ആരിഫ, A.S. ചന്ദ്രൻ, P.A. സുബ്രഹ്മണ്യൻ, E.A. രാമചന്ദ്രൻ, അശോകൻ പഴവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ഇടവകയിലെ പ്രഥമ വൈദികനായിരുന്ന ഫാദർ തോമസ് വടക്കേത്തലയെ അനുസ്മരിച്ചു. വികാരി ഫാദർ സിബി ചിറ്റാട്ടുകര അധ്യക്ഷത വഹിച്ചു. പ്രതിനിധിയോഗം സെക്രട്ടറി ജിഷോ എസ് പുത്തൂർ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ഏകോപന സമിതി സെക്രട്ടറി P.I. ലാസർ, സിസ്റ്റർ റോസ മരിയ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് ഹൈഡ്രോടെക് കോളേജിന്റെ പ്രാക്ടിക്കൽ യാർഡിലുള്ള കിണറ്റിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളി. സ്ഥാപന ഉടമ ലിബിൻ അടുത്തിടെയാണ് കിണർ വൃത്തിയാക്കി ഇരുമ്പ് നെറ്റ് വിരിച്ചത്. ഈ നെറ്റ് തുറന്നാണ് സാമൂഹ്യവിരുദ്ധർ കിണറ്റിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. കിണറ്റിൽ തള്ളിയ മാലിന്യങ്ങൾ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് പുറത്തെടുത്തു. സ്ഥാപന ഉടമ കുന്നംകുളം പോലീസിലും കടവല്ലൂർ പഞ്ചായത്തിലും നൽകിയ പരാതിയെ തുടർന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്ര നഗര വികസനം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം തിങ്കളാഴ്ച. പ്രതീക്ഷയോടെ ഗുരുഭവന കുഞ്ഞു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവല്ലമല വാരിയത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചാലുകൾ പൊട്ടുന്നത് മൂലം വെള്ളം കയറി കൃഷി നശിക്കുകയാണെന്ന് കർഷകർ. മുല്ലശ്ശേരി മേഖലയിലെ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യം കലർന്ന വെള്ളം സമീപ പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വ്യാപിക്കുമെന്ന് ആശങ്ക. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.